ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തനാമത്തെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. 7-ാം അധ്യായത്തിൽ എലീശ പ്രവാചകൻ്റെ മറ്റ് ചില അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രവചനത്തെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുകയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് രാജ്യം വളരെ ദാരിദ്ര്യത്തിലായി, അമ്മ മക്കളെ ഭക്ഷിക്കുന്ന അവസ്ഥ വരെ വന്നെത്തിയതായി കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വന്നപ്പോൾ എലീശ പ്രവാചകൻ വന്ന് ഇസ്രായേലിലെ രാജാവിനോട് പറയുന്നു, നാളെ ഈ സമയമാകുമ്പോൾ ശമര്യരുടെ ആ പടിവാതിക്കൽ ഒരു ഒരളവ് മാവിന് 1 ഷെക്കേലും 2 അളവ് ബാർലിക്ക് 1 ഷെക്കേലും അത്ര തുച്ഛമായ വിലയ്ക്ക് നമുക്ക് ലഭിക്കുന്നതായ സാഹചര്യമുണ്ടാകും. രാജാവ് പറഞ്ഞു, അതെങ്ങനെ സാധിക്കും? രാജാവിൻ്റെ പടനായകൻ പറഞ്ഞു, ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാൽ പോലും അത് സംഭവിക്കുകയില്ല. വളരെ അവിശ്വാസത്തോടെ പ്രവാചകൻ്റെ വാക്കുകളെ പുച്ഛിച്ച് തള്ളി. പ്രവാചകൻ പറഞ്ഞു, നീ ഇത് കാണും, പക്ഷേ നീ അത് അനുഭവിക്കുകയില്ല. അതിനുശേഷം 3-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് 4 കുഷ്ഠരോഗികൾ പട്ടണത്തിൻ്റെ പുറത്തിരിക്കുകയാണ്. അവർക്ക് അകത്ത് പ്രവേശിക്കാൻ അവകാശമില്ലല്ലോ. കുഷ്ഠരോഗി പാളയത്തിന് പുറത്തു പോകണം. രോഗം ഭേദമായി എന്ന് പുരോഹിതൻ്റെ സർട്ടിഫിക്കറ്റോടുകൂടി മാത്രമേ അകത്ത് പ്രവേശിക്കാൻ അവർക്ക് അനുവാദമുള്ളൂ. അവർ 4 പേരും പട്ടണത്തിന് പുറത്തിരിക്കുന്നു. വിശന്ന് അവർ വലഞ്ഞു. അവർ പറഞ്ഞു, നമുക്ക് അരാം രാജാവിൻ്റെ അടുത്ത് ചെന്ന്, അല്ലെങ്കിൽ ആ രാജ്യത്ത് നമുക്ക് ചെല്ലാം. അവർ നമ്മളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരാണ്, നമ്മളുടെ ശത്രുതയാണ്. അവിടെ ധാരാളം ഭക്ഷണമുണ്ട്. നമ്മുടെ രാജ്യം വളരെ പട്ടിണിയിലാണ്. ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ മരിച്ചു പോകും. നമ്മൾ അവിടെ ചെന്ന് ഭക്ഷണം ചോദിക്കാം. അവർക്ക് കൂടുതൽ നമ്മളോട് ചെയ്യാനുള്ളത് നമ്മളെ കൊല്ലുമെന്നേ ഉള്ളല്ലോ. അല്ലെങ്കിൽ തന്നെ ഭക്ഷണമില്ലാതെ നമ്മൾ മരിച്ചു പോകും. അപ്പോൾ മരിക്കുന്നെങ്കിൽ നമുക്ക് മരിക്കാം. ഏതായാലും ഇങ്ങനെ വിശന്നിരിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് പറയുന്ന 4 പേരും ആ പട്ടണത്തിലേക്ക് അവിടെ ചെല്ലുകയാണ്. അരാം പട്ടണത്തിലേക്ക് അവർ ചെല്ലുന്നു. ചെല്ലുമ്പോൾ അവർ കാണുന്നത് പട്ടണവാതിൽ, അതിൻ്റെ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുന്നു. ഒരു മനുഷ്യനവിടെ ഇല്ല. അവരുടെ വസ്ത്രങ്ങളും അവരുടെ ആഭരണങ്ങളും എല്ലാം അവിടെ ഉപേക്ഷിച്ച് പ്രാണരക്ഷാർത്ഥം അവരെവിടെയോ ഓടിപ്പോയിരിക്കുന്നു. അതിൻ്റെ കാരണം പിന്നെ നമ്മൾ വായിക്കുന്നു, കുതിരയുടെ കുളമ്പടി ശബ്ദം അവർ കേട്ടു. ഇസ്രായേൽ യുദ്ധത്തിന് വരികയാണെന്ന് ഭയപ്പെട്ടവർ ഓടിപ്പോയതാണ്. അവർ 4 പേരും അവിടെ നിന്ന് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം അവർ പറഞ്ഞു, നമ്മളിത് നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മളിത് അറിയിക്കണം. കാരണം നമ്മുടെ ജനങ്ങളെല്ലാം പട്ടിണി കിടക്കുകയാണ്. അവർക്കും ഭക്ഷിപ്പാൻ ഇവിടെ ധാരാളമുണ്ട്. നമ്മൾ ചെന്ന് അവരെ അറിയിക്കണം. അങ്ങനെ അവർ ആ പട്ടണത്തിൽ ചെന്ന് ആ വിവരം അവരെ അറിയിക്കുകയും ജനങ്ങളെല്ലാവരും ഇവിടെ വന്ന് ധാരാളം ഭക്ഷണം ഭക്ഷിക്കുകയും ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമവുമായി നമ്മളിതിനെ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ സഭയുടെ ദൗത്യം ഇവിടെ വളരെ വ്യക്തമാണ്. ആത്മീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മീയമായി ദാഹത്തിലിരിക്കുന്ന, പട്ടിണിയിലിരിക്കുന്ന ധാരാളം ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അവർക്ക് ആ സുവിശേഷമാകുന്ന അപ്പം, അതിൻ്റെ ലഭ്യത ബോധ്യമാക്കുവാൻ സഭയ്ക്ക് ബാധ്യതയുണ്ട്. സഭാ നേതാക്കന്മാരുടെയും എല്ലാവരുടെയും ലക്ഷ്യം അതായിരിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുത്ത് വരുവീൻ, എന്നിൽ നിന്ന് കുടിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകുമെന്ന്.
ഇവിടെ ദാഹം ആത്മീയ ദാഹത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്, ശാരീരിക ദാഹത്തെക്കുറിച്ചല്ല. ഒരുവൻ എൻ്റെ അടുത്ത് വന്നാൽ, അല്ല ദൈവത്തിൽ നിന്ന് ഒരുവൻ തൃപ്തനായാൽ അവനിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകും. നമുക്കറിയാം, ഒരുവൻ്റെ ദാഹം തീരുവാൻ 4-5 ഗ്ലാസ് വെള്ളം മതി, നമ്മുടെ ശാരീരികമായി നമ്മൾ ചിന്തിച്ചാൽ. എന്നാൽ ഒരു നദി ഒഴുകിയാൽ ആരൊക്കെ അതിൽ നിന്ന് പാനം ചെയ്യും? ഭൂമി മുഴുവൻ, ദേശം മുഴുവൻ, ആ നദി പോകുന്ന സ്ഥലത്ത് ആ മണ്ണ് മുഴുവൻ ആ വെള്ളത്തിന് കുടിക്കാൻ സാധിക്കും. പക്ഷിമൃഗാദികളും സസ്യലതാദികൾക്കും അത് കുടിക്കാൻ സാധിക്കും. അവിടെ ജീവൻ അവിടെ നിലനിൽക്കും. ഇതുപോലെ ഒരുവൻ ക്രിസ്തുവിൽ നിന്ന് തൃപ്തനായാൽ അവൻ മുഖാന്തരം അവനായിരിക്കുന്ന സമൂഹവും ഭവനവും ദേശവും ഒക്കെ അനുഗ്രഹിക്കപ്പെടുമെന്നർത്ഥം. ഇതാണ് സഭയെ കൊണ്ടുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് ഭൂമിയിൽ നിലനിൽക്കുക. കർത്താവ് മുഖാന്തരം ആ കാലത്ത് കർത്താവിൻ്റെ അടുത്ത് വന്ന സകല ജനങ്ങളും സംതൃപ്തരായി. ആശ്വാസത്തിൻ്റെ വചനം അവർക്ക് ലഭിച്ചു. അതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. സ്ത്രീഹന്മാരെ ചെന്നിടത്തൊക്കെയും ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും അനേകർ അത് മുഖാന്തരം രക്ഷയുടെ ആ വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കാരണമായിട്ട് തീരുകയും ചെയ്തു. ആയതുപോലെ നാമും ഈ സുവിശേഷം, ദൈവികമായ സ്നേഹം ലോകത്ത് വിളമ്പാനുള്ളവരാണ്. വാക്കുകളേക്കാൾ ഉപരി, പ്രസംഗങ്ങളേക്കാൾ ഉപരി നമ്മുടെ ജീവിതമാണ് അതിന് മാതൃക. അപ്രകാരം നമുക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി ഭൂമിയിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആ ജനങ്ങളൊക്കെ വന്നു, അവർക്ക് ആവശ്യത്തിനുള്ളതൊക്കെ അവിടെ നിന്ന് ലഭ്യമാവുകയാണ് ഈ 4 അന്ധന്മാർ മുഖാന്തരം. അതിനുശേഷം പറയുന്നു, ഏലീശ പ്രവാചകൻ പറഞ്ഞതുപോലെ പടനായകനോട് ജനം തിക്കിത്തിരക്കിയപ്പോൾ രാജാവ് പറഞ്ഞു, നീ പടിവാതിൽക്കൽ നിന്ന് ജനത്തെ നിയന്ത്രിക്കുക. അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ ജനത്തിൻ്റെ തിക്കിത്തിരക്ക് മുഖാന്തരം പടനായകൻ അവിടെ മരിച്ചു വീഴുന്നു. അവിടുത്തെ സമൃദ്ധിയും ഭക്ഷണവും കാണാൻ അവന് സാധിച്ചു, പക്ഷേ അവൻ അനുഭവിക്കാൻ സാധിച്ചില്ല. പ്രവാചകൻ ആദ്യം പറഞ്ഞതുപോലെ അവിടെ സംഭവിക്കുകയാണ് അവൻ്റെ അവിശ്വാസം. ജീവൻ നമ്മുടെ നിലനിർത്തുന്ന നമ്മുടെ വിശ്വാസമാണ്. ആത്മീയമായ ജീവൻ നിലനിർത്തുന്നതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം ദിവസവും വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ആ വലിയ ആശ്വാസത്തിൻ്റെ, ജീവൻ്റെ അനുഭവം നമ്മിലുണ്ടാവുകയും അത് ഒരാളിലുണ്ടായാൽ അവൻ മുഖാന്തരം മറ്റനേകർക്ക് അത് അനുഗ്രഹമായിട്ട് ഭവിക്കുകയും ചെയ്യും. അപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.